പുതിയ രുചികളും റെസിപ്പീസും ഒക്കെ തേടി ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം തിരുമലയുള്ള പെരുകാവ് എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മുടെ സുന്ദരിക്കുട്ടി നമ്മുടെ രഞ്ജിനി ചേച്ചി കൂടെയുണ്ട്. അപ്പോൾ നമുക്ക് രഞ്ജിനി ചേച്ചിയെ സ്വാഗതം ചെയ്യാം. ചേച്ചി, വെൽക്കം ടു ദ ഷോ. അപ്പോൾ രഞ്ജിനി ചേച്ചീൻ്റെ ഒപ്പം നമ്മൾ ഇതിന് മുന്നേ 2 എപ്പിസോഡ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റിൽ പുള്ളിക്കാരത്തിൻ്റെ ടെൻഷനും പേടിയൊന്നും മാറിയിട്ടില്ല. ഒരു അടിപൊളി പാട്ടൊക്കെ പാടിയിട്ടുണ്ട്. ഇന്ന് ഞാൻ വീണ വായിക്കൽ ആണ് ചേച്ചിയെ കൊണ്ട് ചെയ്യിക്കാൻ പോകുന്നത്. ഇന്ന് എന്താണ് നമുക്ക് ഉണ്ടാക്കി തരാൻ പോകുന്നത്? നമ്മളൊരു മിൽക്ക് ഷേക്ക് ആണ് ചെയ്യുന്നത്. ഓക്കെ, ഒരു ആൽമണ്ട് കസ്റ്റർഡ് ക്രീമി മിൽക്ക് ഷേക്ക്. ആൽമണ്ട് കസ്റ്റർഡ് ക്രീമി മിൽക്ക് ഷേക്ക് ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരു ഷേക്കാണ് അല്ലേ? ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് നമുക്ക് നോക്കാം. നമുക്ക് പാല് വേണം, പിന്നെ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. എത്ര കപ്പ് പാല്? ഞാനിതൊരു 500 ml ആണ്. 500 ml പാൽ, ഫുൾ ഫാറ്റ് മിൽക്കാണ്. ഓക്കെ, പിന്നെ ഷുഗർ ഉണ്ട്. പിന്നെ നമ്മൾ 2 തരത്തിൽ നമ്മൾ സെർവ് ചെയ്യുന്നുണ്ട് നമുക്ക് കാണിക്കാനായിട്ട്. ഒന്ന് വന്നിട്ട് ചോക്ലേറ്റ് സിറപ്പ്, ഒന്ന് സ്ട്രോബെറി സിറപ്പ്. ഓക്കെ, അപ്പോൾ ചോക്ലേറ്റ് ഷേക്കും സ്ട്രോബെറി ഷേക്കും ആയിട്ട്. പിന്നെ നമ്മൾ ക്രഷ്ഡ് നട്ട്സ് ഉണ്ട്. ഓക്കെ, പിന്നെ ചോക്ലേറ്റിന് വേണ്ടിയിട്ട് ചോക്ലേറ്റ് ഫ്ലേക്സ്, ചിപ്സ്, പിന്നെ ഷുഗർ ബോൾസ് ഉണ്ട്. നമ്മൾ ആൽമണ്ട് പൗഡർ, ആൽമണ്ട് ആണല്ലോ അതുണ്ട്. പിന്നെ കസ്റ്റേർഡ്, പിന്നെ കസ്കസ്. പിന്നെ നമ്മൾ കുറച്ച് ഗാർണിഷിങ്ങിന് സ്ട്രോബെറി ആയതുകൊണ്ട് ഫ്രഷ് സ്ട്രോബെറീസ് വെച്ചിട്ടുണ്ട്. പിന്നെ ട്യൂട്ടി ഫ്രൂട്ടി. ഭയങ്കര റിച്ച് ഇൻഗ്രീഡിയൻസ് കാണുമ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് അറിയാം. കാണാൻ നല്ല ഭംഗിയുണ്ടാവും. ഒത്തിരി റിച്ച് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഓക്കെ, നമുക്കപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ, ഇതിലപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ, വേറെ നമുക്ക് എക്സ്ട്രാ ആയിട്ടൊന്നുമില്ല. ഐസ്ക്രീം ഉണ്ട്. അത് തണുത്ത് പോകണ്ടെന്ന് മെൽറ്റായി പോകണ്ട, നമുക്ക് എടുക്കേണ്ട സമയത്ത് ഐസ്ക്രീം. ഞാനിപ്പോൾ കസ്റ്റേർഡ് ചേർക്കണം ഈ പാലിൽ, കാരണം അതിലോട്ടായ ലംസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അത് വരാണ്ടിരിക്കാനായിട്ട് തണുത്ത പാലിൽ നമ്മൾ കസ്റ്റേർഡ് കലക്കണം. ഓക്കെ, ഇതിപ്പോൾ കസ്റ്റേർഡ് ഞാനൊരു 3 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ തണുത്ത പാലിൽ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റിർ ചെയ്തിട്ടാണ് ഇതിലേക്ക് ഒഴിക്കാൻ പോകുന്നത്. സോ ദാറ്റ് അതിലൊന്നും ലംസ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ചൂടാകുമ്പോഴത്തേക്കും ചിലപ്പോൾ കട്ടയായിട്ട് കിടക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ഇതും പെട്ടെന്ന് നമുക്ക് ഒരു 10-15 മിനിറ്റ്സിൽ ഉണ്ടാക്കി തീർക്കാൻ പറ്റുന്ന ഒരു, കാരണം അതിനൊരു തിക്കനിങ് ഏജന്റ് ആണ് നമ്മുടെ ആൽമണ്ട് പൗഡർ. അപ്പോൾ അതുകൊണ്ട് അതെന്തായാലും തിക്കാവും. അപ്പം ഞാനത് ആൽമണ്ടും ഇതുപോലെ ഒരു വലിയ 3 ടേബിൾ സ്പൂൺ, കാരണം ആ ഒരു ഫ്ലേവർ നമുക്ക് കറക്റ്റായിട്ട് ആൽമണ്ടിൻ്റെ കിട്ടും. പെട്ടെന്ന് അത്യാവശ്യം ഗസ്റ്റ് ഒക്കെ ഈ ഒരു പ്രിപ്പറേഷൻ നമുക്ക് ചെയ്ത് വെക്കാം. പിന്നെ ഇതിന് മധുരം വേണമല്ലോ, അപ്പോൾ അതും ഞാനൊരു വലിയ 3 ടേബിൾ സ്പൂൺ ആണ് ഷുഗർ എടുക്കുന്നത്. എന്നാലും ഒരു ചൂടത്ത് ഒക്കെ കയറി വരുന്നവർക്ക് ഇതായിട്ടുണ്ട്. ഇതിനി ഒന്ന് കൂളാവുമ്പോൾ കുറേ കൂടി ഒന്ന് തിക്കാവും. അപ്പം നമുക്കത് മാറ്റി വെക്കാം അല്ലേ? ഈ എളുപ്പത്തേക്ക് വെച്ചാൽ അവിടെ വെക്കാൻ സൗകര്യം. ഓക്കെ, കൂളായിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണം. കൺസിസ്റ്റൻസി ഇങ്ങനെയാണ്. അത് ആ ഒരു തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ആണ് ഇപ്പോൾ. ഇത് കൂളായിട്ട് നമുക്ക് ബാക്കി ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു 10 മിനിറ്റ്സോളം നമുക്ക് കൂളാവാൻ വെച്ചിട്ട് നമുക്കിതൊന്ന് ഫ്രീസ് ചെയ്യണം. അപ്പോൾ പെട്ടെന്ന് തണുത്തിട്ട് നമുക്ക് ബാക്കി ചെയ്യാം. ഓക്കെ, ശരി. അപ്പോൾ നമ്മളിങ്ങനെ കത്തിയൊക്കെ വെച്ച് നിൽക്കുന്നതിന് ഇടയ്ക്ക് അത് തണുത്തു അല്ലേ? ആദ്യം നമ്മൾ തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു, എന്നിട്ട് നമ്മൾ കുറച്ച് നേരം ഫ്രിഡ്ജിലേക്ക് വെച്ചു. ഇപ്പോൾ അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി നമുക്ക് കാണിച്ചു കൊടുക്കാം. ഒരു തണുത്ത് ഇരിക്കുന്നതിൻ്റെ ഒരു ഓൾമോസ്റ്റ് ഒരു 45 മിനിറ്റ്സോളം ഇത് ഫ്രിഡ്ജിൽ വച്ചു. എത്രയും കൂടുതൽ നേരം വെക്കുന്നോ അത്രയും നല്ലതാ അല്ലേ? ഇതിപ്പോൾ നമ്മൾ പെട്ടെന്ന് ഷൂട്ടിംഗ് ആയത് കാരണം നമ്മളിങ്ങനെ കാണിക്കുന്നു എന്നേ ഉള്ളൂ. പക്ഷേ കൂടുതൽ ടൈം വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. ഒരു 2 hours 2 hours ഒക്കെ വെച്ച് കഴിഞ്ഞാൽ കുറെ കൂടെ അല്ലേ, 1-2 hours ഒക്കെ വെച്ച് കഴിഞ്ഞാൽ കുറെ കൂടെ നന്നായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇനി നമുക്ക് സെർവ് ചെയ്യണം. അതിന് മുന്നേ ഇതെല്ലാം ഒന്ന് ബ്ലെൻഡ് ചെയ്യണം. നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഈ സോസും. അപ്പം നമുക്ക് ബ്ലെൻഡ് ചെയ്യുന്നതിന് മുന്നേ ഇത് മാത്രമേ ആഡ് ചെയ്യാനുള്ളൂ. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ഇല്ലേ ഐസ്ക്രീം കൂടെ ആഡ് ചെയ്യാൻ. ഐസ്ക്രീമിനൊപ്പം നമ്മളിത് തിക്കാണ്. അപ്പം നമ്മൾ കുറച്ച് ചിൽഡ് മിൽക്ക്, നമ്മളിതൊന്ന് ലൂസ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ചിൽഡ് മിൽക്കും കൂടെ ചേർക്കുന്നു. ഇത് എത്ര സ്കൂപ്പ് ഐസ്ക്രീം? 2 സ്കൂപ്പ്. ഞാൻ എടുക്കാം. എത്ര നേരം മിക്സിയിൽ ജസ്റ്റ് ഒന്ന് അടിച്ചാൽ മതി, ഒറ്റ മതി. ഓക്കെ, അപ്പോൾ നമ്മളിത് ബ്ലെൻഡ് ചെയ്തെടുത്തേച്ചും ഓടി വരാം. അപ്പോൾ അതേ നമ്മുടെ രഞ്ജിനി ചേച്ചി നല്ല മഞ്ഞ സാരി കൊടുത്ത് മഞ്ഞ കളറിലുള്ള, മഞ്ഞയല്ല എന്നാലും ഒരു നല്ലൊരു അടിപൊളി കളറിലുള്ള
ഷേക്കിന്റെ ഷേക്ക് എന്ന് തന്നെ പറയാം അല്ലേ? സെറ്റ് ചെയ്ത് കയ്യിൽ വെച്ചിട്ടുണ്ട്. ഇനി എന്താ ജസ്റ്റ് നമുക്ക് കഴിഞ്ഞു. ഡെക്കറേഷൻ. നമുക്കിത് ഏത് ഫ്ലേവറിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. നമ്മളിതിങ്ങനെ ചെയ്യുമ്പോൾ മൊത്തത്തിൽ അതിലോട്ട് ആ ഒരു ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മുടെ മുന്നിൽ ഇരിക്കുന്നതാണ് സ്വാദിഷ്ടമായിട്ടുള്ള ആൽമണ്ട് കസ്റ്റർഡ് ക്രീമി മിൽക്ക് ഷേക്ക്. ഓക്കെ, അപ്പോൾ ഇത് വന്നിട്ട് സ്ട്രോബെറി ഫ്ലേവർ ആണ്, അവിടെ ചോക്ലേറ്റ് ഫ്ലേവർ. അപ്പോൾ ഇനി ഞാൻ ചോക്ലേറ്റ്, അതിലേക്കാണ് എൻ്റെ കണ്ണ് പോവുക, കയ്യും പോവുക. അപ്പോൾ നമുക്ക് എന്തായാലും ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ അഭിപ്രായം പറയാം. അപ്പോൾ നമുക്ക് ചോക്ലേറ്റ് ഷേക്ക് ചെയ്യാനാണ് ട്രൈ ചെയ്യാം. നന്നാട്ടെ. ഓക്കെ, ചോക്ലേറ്റ് ഷേക്ക് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ടേസ്റ്റ് ചെയ്യട്ടെ. ഓക്കെ, ഞാൻ ആദ്യം വാനില ഐസ്ക്രീമിനെ ഞാനങ്ങ് ഒഴിവാക്കിക്കൊണ്ട് അകത്തേക്കങ്ങ് പോവാം. നല്ല സിമ്പിൾ. ആൽമണ്ടിന്റെ ഫ്ലേവർ കിട്ടുന്നുണ്ടോ? നന്നായിട്ടുണ്ട്. ഞാൻ ഇതിനെപ്പറ്റി കൂടുതലൊന്നും പറയണ്ടെന്ന് തോന്നുന്നു. എൻ്റെ ഫേസിൽ നല്ല രീതിയിൽ കാണുന്നുണ്ട് തോന്നുന്നു. ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ആൽമണ്ട് ഫ്ലേവറും ആ ഒരു കസ്റ്റേർഡിൻ്റെ ഇതും ഒക്കെ നന്നായിട്ട് വരുന്നുണ്ട്. വാനില ഐസ്ക്രീമിൻ്റെ ഫ്ലേവറും ചോക്ലേറ്റ് സിറപ്പും ഒക്കെ ആയിട്ട് നല്ല റിച്ച് ഹെവി കിടിലായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മാത്രമല്ല, വേറൊരു കുഞ്ഞു റെസിപ്പി കൂടെ ചേച്ചി ഇന്ന് നമുക്കൊപ്പം ചെയ്യാം എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് അതിലേക്ക് കൂടെ സമയം വൈകാതെ കിടക്കാം. അപ്പം ഇത് അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യാം. മാക്സിമം വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ്. ഇതിപ്പോൾ നമ്മൾ ഇതിനൊന്ന് ഗാർണിഷ് ചെയ്യാനായിട്ടൊന്ന് റിച്ച് ലുക്ക് തോന്നിക്കാനാണ് നമ്മൾ ഇതൊക്കെ ചെയ്തത്. അല്ലാതെ നമുക്ക് വെറും മിൽക്കും കസ്റ്റേർഡും നട്ട്സും ആൽമണ്ടും ഉണ്ടെങ്കിലും നമുക്കിത് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. പിന്നെ നമുക്ക് ഫ്ലേവറിനാണ് നമ്മൾ ചോക്ലേറ്റ് അല്ലെങ്കിൽ സ്ട്രോബെറി ചെയ്യുന്നത്. അവിടെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട് നമ്മുടെ ചോക്ലേറ്റ് അല്ല നമ്മുടെ സ്ട്രോബെറി ഷേക്ക് കൂടെ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത റെസിപ്പിയും കൂടെ കണ്ടേച്ചും സ്ട്രോബെറി ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ ആൽമണ്ട് കസ്റ്റർഡ് ക്രീമി ചോക്ലേറ്റ് ഷേക്കും സ്ട്രോബെറി ഷേക്കും ട്രൈ ചെയ്ത് നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അധികം വൈകിക്കുന്നില്ല, അടുത്ത് നമ്മുടെ പൈനാപ്പിൾ കസ്റ്റാർഡിലേക്ക് പോവാണ്. അപ്പം നമുക്ക് പെട്ടെന്ന് ഇൻഗ്രീഡിയൻസ് പറഞ്ഞാലോ? അതെ, അതിന് പൈനാപ്പിൾ കുറച്ച് പൈനാപ്പിൾ വെച്ചിട്ടുണ്ട്. ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളെന്തിനാ പുഡിങ്ങിന് പൈനാപ്പിൾ ചെറുതായിട്ടൊന്ന് നമ്മളൊന്ന് കുക്ക് ചെയ്യും, ആ ഒരു പച്ച ചുവ മാറാൻ വേണ്ടിയിട്ട് അല്ലേ? ഓക്കെ, ആരോറൂട്ട് ബിസ്ക്കറ്റ് അല്ലേ? ആരോറൂട്ട് ബിസ്ക്കറ്റ് കാണുന്നുണ്ട്. നമ്മൾ ബേസ് ബിസ്ക്കറ്റ് ആണ്. ഓക്കെ, നമ്മൾ കുറച്ച് നമ്മൾ ലാസ്റ്റ് ഒന്ന് ടോപ്പിംഗ്സിന് വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പം നമ്മൾ പൈനാപ്പിൾ എടുത്തു, പഞ്ചസാര ഒരല്പം, കാരണം ഓൾറെഡി കണ്ടൻസ് മിൽക്ക് ഒക്കെ ചേർക്കുന്നുള്ളത്. പിന്നെ ഞാനിത് പൈനാപ്പിൾ പുഡിംഗ് ആയതുകൊണ്ട് കുറച്ച് കളർ ഒന്ന് കാണിക്കാനായിട്ട് നമ്മളൊന്ന് കാരണം ഈ പൈനാപ്പിളിന് അത്ര കളർ ഇല്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇത് ഓപ്ഷണൽ ആണ് അല്ലേ? വേണമെന്നുള്ളവർക്ക് വേണ്ടി മാത്രം. ഓക്കെ, അപ്പൊ കുറച്ചൊരു കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ശകലം, ഒരു സ്പൂണിൽ ഒരു ശകലം, ഒരു പിഞ്ച് ഓഫ് കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ ഏതാണ്ടായി. അപ്പം ഇതിൽ നിന്ന് കുറച്ച് വെള്ളം പോലെ വന്നത്. അപ്പോൾ ആ ഒരു വാട്ടറി കൺസിസ്റ്റൻസി മാറാനായിട്ട് ഒരല്പം കോൺഫ്ലവർ ചേർത്ത് കൊടുക്കും. ഓക്കെ, കോൺഫ്ലവർ നമ്മൾ വെള്ളം ചേർത്ത് ചെറുതായിട്ട്
ഓക്കെ. ഒരു 1/4 സ്പൂൺ കോൺഫ്ലോർ. ഒന്ന് ഇതിനൊരു കോട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നമ്മൾ വിപ്പിംഗ് ക്രീം അല്ലേ നോർമലി എടുക്കുന്നത്? ഇപ്പോൾ വിപ്പിംഗ് പൗഡറാണ്. അപ്പോൾ അതിന് നമ്മൾ മിൽക്ക് മെയ്ഡ് അല്ലെങ്കിൽ കണ്ടൻസ് മിൽക്ക് അത് ചേർത്ത് നമ്മൾ കുറച്ച് തണുത്ത പാലും കൂടി ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്യും. നമുക്ക് ആ ക്രീമി ടെക്സ്ചർ കിട്ടും. ഇതിപ്പോൾ ദാ ഇങ്ങനെ ആയിട്ടുണ്ട്, കണ്ടോ? ഓക്കെ. ഒരു കോട്ടിങ് നല്ലൊരു. ഇതിപ്പോൾ ഇതിലേക്ക് അല്പം പൈനാപ്പിളിൻ്റെ എസൻസും കൂടി 1/4 സ്പൂൺ മതി, അല്ലെങ്കിൽ കൂടിപ്പോയാലും അത് കാണിക്കും. അപ്പോൾ ഇതായിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് ക്രീം ആക്കണം. നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുത്ത ക്രീം സെറ്റ് ആണ് അല്ലേ? ഓക്കെ. അപ്പോൾ ഇനി എന്താ പരിപാടി? ഇനി തീർന്നു അല്ലേ? നമുക്ക് ഇനി അസംബിൾ ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഒരു അസംബിൾ ചെയ്യാനായിട്ട് പുഡിംഗ് ഒരു ട്രേ എടുത്തിട്ടുണ്ട്. ഇനി എന്താ ആദ്യം നമ്മൾ ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത് ബിസ്ക്കറ്റ് ആണ്. ഓക്കെ. ബിസ്ക്കറ്റ് നമ്മൾ കുറച്ച് തണുത്ത പാലിന് വേണ്ടിയിട്ട് വെക്കുന്നതാണോ? അല്ല, നമ്മൾ പാലിൽ മുക്കിയിട്ടാണ്, അതൊന്ന് കുതിർത്തിട്ടാണ് നമ്മൾ വെക്കുന്നത്. അതെ. അപ്പോൾ നമ്മൾ ബിസ്ക്കറ്റ് പാലിൽ മുക്കി കുതിർത്ത് വച്ചിട്ടുണ്ട്. ഇനി അടുത്തത് അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്തെടുത്ത് ക്രീം വെക്കുക. കുറച്ച് ഫ്രഷ് പൈനാപ്പിളും കൂടെ ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാം. പൈനാപ്പിളും ചെറീസും കൂടെ. ഓക്കെ. ജസ്റ്റ് ഒന്ന് ഗാർണിഷിങ്ങിന് വേണ്ടി മാത്രം ഇട്ട് നമ്മൾ നേരെ ഇതിനെ ഇപ്പോൾ ഫ്രിഡ്ജിൽ കൊണ്ട് കയറ്റും. അടുത്ത ഒരു ലെയർ നമ്മളിതുപോലെ ബിസ്ക്കറ്റ് വയ്ക്കും. അപ്പോൾ നമ്മൾ ഇതിനെ ഒന്ന് ഫ്രിഡ്ജിൽ ഒരു 1 hour സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇതിൻ്റെ എൻഡ് റിസൾട്ട് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ പുഡിംഗ് സെറ്റായല്ലേ? ഓക്കെ. അപ്പോൾ ഞാൻ ഇനി ടേസ്റ്റ് ചെയ്യാമല്ലോ. ഓക്കെ. ഇവിടെ നമ്മളെ പുഡിംഗ് സെറ്റായിട്ടുണ്ട്. ഞാനൊന്ന് കുറച്ച് ഷേക്ക് ഒക്കെ കുടിച്ച് വയറ് നിറഞ്ഞിരിക്കുക. അപ്പോൾ ഞാനൊന്ന് കുറച്ച് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം. ബിസ്ക്കറ്റിൻ്റെ അല്ലേ ആ ഒരു കൊന്ന് നിൽക്കുന്ന കിടിലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് നമുക്ക് സ്വീറ്റ് ആയിട്ടുള്ള 2 കിടിലം ഐറ്റംസ് ആണ് ചെയ്തു തന്നത്. അതും ഭയങ്കര സിമ്പിളായിട്ടാണ് ഈ ഐറ്റം നമുക്ക് ചെയ്യാൻ പറ്റുക. മറ്റേതും അതെ, ഒത്തിരി സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനം വെച്ചിട്ടാണ്. ഭയങ്കര ടേസ്റ്റി ആൻഡ് സിമ്പിളായിട്ടുള്ള സംഭവമാണ്. ചേച്ചി, താങ്ക് യു സോ മച്ച്. ഇത്രയും നേരം നമുക്ക് വേണ്ടി സമയം മാറ്റി വെച്ചതിലും ഇത്രയും മനോഹരമായിട്ടുള്ള റെസിപ്പീസ് ചെയ്തു തന്നതിലും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സെഗ്മെൻറ്റ് ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ബൈ ബൈ.